ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിം സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 26ാം ദിവസത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസിൽ നിന്നും കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തേത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ കലാ സാംസ്കാരിക സാഹിത്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: വള്ളത്തോൾ അവാർഡ് ആദ്യമായി നേടിയ എഴുത്തുകാരി. വള്ളത്തോൾ അവാർഡ് ആദ്യമായി നേടിയ എഴുത്തുകാരി ആരാണ്? പി ബാലാമണിയമ്മ. പി ബാലാമണിയമ്മയാണ് വള്ളത്തോൾ അവാർഡ് ആദ്യമായി നേടിയത്. രണ്ടാമത്തെ ചോദ്യം: വയലാർ അവാർഡ് വിതരണം ചെയ്യുന്ന തീയതി. വയലാർ അവാർഡ് വിതരണം ചെയ്യുന്ന തീയതി ഒക്ടോബർ 27. ഉത്തരം ഒക്ടോബർ 27. അടുത്ത ചോദ്യം: ബാലകവി രാമന് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി. ബാലകവി രാമന് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി. ഉത്തരം നാരായണീയം. തമിഴ് തർജിമയാണ് നാരായണീയം. ബാലകവി രാമന് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി നാരായണീയം. അടുത്ത ചോദ്യം: 2016 UK കുമാരന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? തക്ഷൻ കുന്ന് സ്വരൂപം. 2016 UK കുമാരന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? തക്ഷൻ കുന്ന് സ്വരൂപം. അടുത്ത ചോദ്യം: അയ്മനം സാഹിത്യവേദി സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയിട്ടുള്ള അയനം എ അയ്യപ്പൻ കവിതാ പുരസ്കാരം ആദ്യമായി നേടിയ കവി. അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയിട്ടുള്ള അയനം എ അയ്യപ്പൻ കവിതാ പുരസ്കാരം ആദ്യമായി നേടിയ കവി. ഉത്തരം വിജയലക്ഷ്മി. ഉത്തരം വിജയലക്ഷ്മി. അടുത്തത് 2008 ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കോമളയുടെ കഥാകാരൻ. ഉത്തരം സന്തോഷ് ഏച്ചിക്കാനം. 2008 ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കോമളയുടെ കഥാകാരൻ. ഉത്തരം സന്തോഷ് ഏച്ചിക്കാനം. അടുത്ത ചോദ്യം: 1992 വ്യാസ സമ്മാനം നേടിയ ലീലാചന്ദ് എന്ന രചന ആരുടേതാണ്? 1992 വ്യാസ് സമ്മാനം നേടിയ ലീലാചന്ദ് എന്ന രചന ആരുടേതാണ്? ഉത്തരം ശിവപ്രസാദ് സിംഗ്. ശിവപ്രസാദ് സിംഗ്. അടുത്ത ചോദ്യം: ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിറ്റഴിക്കപ്പെട്ട ചിത്രം ലിയാർഡോ ഡാവിഞ്ചിയുടേതാണ്. ചിത്രം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിറ്റഴിക്കപ്പെട്ട ചിത്രം ലിയാർഡോ ഡാവിഞ്ചിയുടേതാണ്. ചിത്രം ഏതാണ്? ഉത്തരം സാൽവഡോർ മുണ്ടി. ഉത്തരം സാൽവഡോർ മുണ്ടി. അടുത്ത ചോദ്യം: ലോകത്തെ ഒരുപാട് അംഗീകാരം നേടാൻ കഴിഞ്ഞ ആധുനിക ശില്പങ്ങളിൽ ഒന്നാണ് ദി തിങ്കർ. ആരാണ് ഇതിൻ്റെ ശില്പി? ലോകത്ത് ഒരുപാട് അംഗീകാരം നേടാൻ കഴിഞ്ഞ ആധുനിക ശില്പങ്ങളിൽ ഒന്നാണ് ദി തിങ്കർ. ആരാണ് ഇതിൻ്റെ ശില്പി? ഉത്തരം ഓഗസ്റ്റ് റോഡേ. ഉത്തരം ഓഗസ്റ്റ് റോഡൈ. അടുത്ത ചോദ്യം: ലോകത്ത് അറിയപ്പെടുന്ന സമകാലിക കലാപുരസ്കാരങ്ങളിൽ ഒന്നായ ജോൺ യൂറോ പ്രൈസ് 2019 നേടിയ ഇന്ത്യൻ കലാകാരി. ലോകത്ത് അറിയപ്പെടുന്ന സമകാലിക കലാപുരസ്കാരങ്ങളിൽ ഒന്നായ ജോൺ യൂറോ പ്രൈസ് 2019 നേടിയ ഇന്ത്യൻ കലാകാരി. ഉത്തരം നളിനി മാലാനി. ഉത്തരം നളിനി മലാനി. അടുത്ത ചോദ്യം: യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപം. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപം. ഉത്തരം കൂടിയാട്ടം. ഉത്തരം കൂടിയാട്ടം. അടുത്ത ചോദ്യം: ആദ്യത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ സിനിമ. ആദ്യത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ സിനിമ. ഉത്തരം ദ സോങ് ഓഫ് ബെർണാഡത്ത്. ദ സോങ് ഓഫ് ബെർണാഡൈ. അടുത്തത്: ഏത് ചലച്ചിത്രമേളയിലാണ് മികച്ച ചിത്രത്തിന് ഗോൾഡൻ പീകോക്ക് അവാർഡ് നൽകുന്നത്? ഏതു ചലച്ചിത്രമേളയിലാണ് മികച്ച ചിത്രത്തിന്
ഗോൾഡൻ പീകോക്ക് അവാർഡ് നൽകുന്നത്? ഉത്തരം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, താരാശങ്കർ ബാനർജിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ? താരാശങ്കർ ബാനർജിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ? ഉത്തരം ഗണദേവത. ഉത്തരം ഗണദേവത. പത്മശ്രീ പുരസ്കാരം ആദ്യമായി നേടുന്ന ഇന്ത്യൻ അഭിനേത്രി? പത്മശ്രീ പുരസ്കാരം ആദ്യമായി നേടുന്ന ഇന്ത്യൻ അഭിനേത്രി? ഉത്തരം നർഗീസ് ദത്ത്. ഉത്തരം നർഗീസ് ദത്ത്. അടുത്ത ചോദ്യം, ഗ്രാമി അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ഗ്രാമി അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം പണ്ഡിറ്റ് രവിശങ്കർ. ഉത്തരം പണ്ഡിറ്റ് രവിശങ്കർ. ഗ്രാമി അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ പണ്ഡിറ്റ് രവിശങ്കർ. അടുത്ത ചോദ്യം, ചമേലി ദേവി അവാർഡ് ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളെ അംഗീകരിക്കാനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ചമേലി ദേവി അവാർഡ് ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളെ അംഗീകരിക്കാനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം പത്രപ്രവർത്തനം. ഉത്തരം പത്രപ്രവർത്തനം. അടുത്ത ചോദ്യം, കേരള ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള നിശാഗന്ധി പുരസ്കാരം ആരംഭിച്ച വർഷം? കേരള ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള നിശാഗന്ധി പുരസ്കാരം ആരംഭിച്ച വർഷം? ഉത്തരം 2013. ഉത്തരം 2013. അടുത്ത ചോദ്യം, നിശാഗന്ധി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? നിശാഗന്ധി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം മൃണാളിനി സാരാഭായി. മൃണാളിനി സാരാഭായി. അടുത്ത ചോദ്യം, കേരള ലളിതകലാ അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള രാജാ രവിവർമ്മ പുരസ്കാരം ആദ്യമായി നേടിയ ചിത്രകാരൻ? കേരള ലളിതകലാ അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള രാജാ രവിവർമ്മ പുരസ്കാരം ആദ്യമായി നേടിയ ചിത്രകാരൻ? ഉത്തരം KG സുബ്രഹ്മണ്യൻ. ഉത്തരം KG സുബ്രഹ്മണ്യൻ. കേരള ലളിതകലാ അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള രാജാ രവിവർമ്മ പുരസ്കാരം ആദ്യമായി നേടിയ ചിത്രകാരൻ ആരാണ്? KG സുബ്രഹ്മണ്യൻ. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ സാഹിത്യത്തിനുള്ള പരമോന്നത പുരസ്കാരം? എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാരിൻ്റെ സാഹിത്യത്തിനുള്ള പരമോന്നത പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. എത്ര വിഭാഗങ്ങളിലാണ് പുലിസ്റ്റർ പുരസ്കാരം നൽകുന്നത്? 21. എത്ര വിഭാഗങ്ങളിലാണ് പുലിസ്റ്റർ പുരസ്കാരം നൽകുന്നത്? ഉത്തരം 21. അടുത്ത ചോദ്യം, ഏത് യൂണിവേഴ്സിറ്റിയാണ് പുലിസ്റ്റർ പുരസ്കാരം വിതരണം ചെയ്യുന്നത്? ഏത് യൂണിവേഴ്സിറ്റിയാണ് പുലിസ്റ്റർ പുരസ്കാരം വിതരണം നടത്തുന്നത്? ഉത്തരം കൊളംബിയ യൂണിവേഴ്സിറ്റി. ഉത്തരം കൊളംബിയ യൂണിവേഴ്സിറ്റി. പുലിസ്റ്റർ പുരസ്കാരം നടത്തുന്ന യൂണിവേഴ്സിറ്റി കൊളംബിയ യൂണിവേഴ്സിറ്റി. അടുത്ത ചോദ്യം, ഓസ്കാർ അവാർഡ് ആദ്യമായി നേടിയ നടൻ? ഓസ്കാർ അവാർഡ് ആദ്യമായി നേടിയ നടൻ ജാനറ്റ് ഗെയ്നർ. ജാനറ്റ് ഗെയ്നർ ആണ് ഓസ്കാർ അവാർഡ് ആദ്യമായി നേടിയ നടൻ. ഓസ്കാർ അവാർഡ് ആദ്യമായി നേടിയ നടൻ ആരാണ്? ജാനറ്റ് ഗെയ്നർ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ ചലച്ചിത്രകാരൻ? ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ ചലച്ചിത്രകാരൻ വാൾട്ട് ഡിസ്നി. വാൾട്ട് ഡിസ്നി. ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ ചലച്ചിത്രകാരൻ വാൾട്ട് ഡിസ്നി. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ സംവിധായകൻ? ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ സംവിധായകൻ? ഉത്തരം ജോൺ ഫോർഡ്. 4 തവണയാണ് ഓസ്കാർ അവാർഡ് നേടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ സംവിധായകൻ ജോൺ ഫോർഡ്. ഓസ്കാർ പുരസ്കാരത്തിന് തുല്യമായി ഇംഗ്ലണ്ടിൽ വിതരണം ചെയ്യുന്ന ബാഫ്റ്റ അവാർഡ് ആദ്യമായി നേടിയ മികച്ച സിനിമ ഏതാണ്? ഓസ്കാർ പുരസ്കാരത്തിന് തുല്യമായി ഇംഗ്ലണ്ടിൽ വിതരണം ചെയ്യുന്ന ബാഫ്റ്റ അവാർഡ് ആദ്യമായി നേടിയ മികച്ച സിനിമ? ഉത്തരം ദ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് അവർ ലൈവ്സ്. ദ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് അവർ ലൈവ്സ്. അടുത്തത്, ഞാൻ ലോകത്തിൻ്റെ രാജാവ് ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ചിത്രത്തിന് സംവിധായകൻ ഓസ്കാർ പുരസ്കാര വേദിയിൽ പറഞ്ഞ വാക്കുകളാണ്. ആരാണ് ഈ സംവിധായകൻ? ഉത്തരം ജെയിംസ് കാമറൂൺ. ഞാൻ ലോകത്തിൻ്റെ രാജാവ് ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ചിത്രത്തിൻ്റെ സംവിധായകൻ ഓസ്കാർ പുരസ്കാര വേദിയിൽ പറഞ്ഞ വാക്കുകളാണിത്. ആരാണ് ഈ സംവിധായകൻ? ഉത്തരം ജെയിംസ് കാമറൂൺ. അതിൽ ടൈറ്റാനിക് സിനിമയുടെ ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിലാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്.
അടുത്ത ചോദ്യം, ബാഫ്റ്റ പുരസ്കാരം ആദ്യമായി നേടിയ ബ്രിട്ടീഷ് ചലച്ചിത്രം. ഓഡ് മാൻ ഔട്ട്. ബാഫ്റ്റ പുരസ്കാരം ആദ്യമായിട്ട് നേടിയ ബ്രിട്ടീഷ് ചലച്ചിത്രം ഏതാണ്? ഓഡ് മാൻ ഔട്ട്. അടുത്ത ചോദ്യം, ബാഫ്റ്റ പുരസ്കാരം ആദ്യമായി വിതരണം ചെയ്ത വർഷം 1949. ബാഫ്റ്റ പുരസ്കാരം ആദ്യമായി വിതരണം ചെയ്ത വർഷം 1949. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം വിതരണം ചെയ്തു തുടങ്ങിയ വർഷം 1944. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം വിതരണം ചെയ്തു തുടങ്ങിയ വർഷം 1944. നൊബേൽ പുരസ്കാരം നേടിയ ആദ്യ ചൈനീസ് എഴുത്തുകാരൻ. ഗാവോ ഷിങ്യാൻ. ഗാവോ ഷിങ്യാൻ. നൊബേൽ പുരസ്കാരം ആദ്യമായി നേടിയ ചൈനീസ് എഴുത്തുകാരൻ ആരാണ്? ഗാവോ ഷിങ്യാൻ. അടുത്ത ചോദ്യം, 1986 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ഒരു നോവലിസ്റ്റാണ്. ആരാണ് ആ നോവലിസ്റ്റ്? 1986 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ഒരു നോവലിസ്റ്റാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം എലി വീസിൽ. ഉത്തരം എലി വീസിൽ. അടുത്ത ചോദ്യം, സാഹിത്യ നൊബേൽ പുരസ്കാരം നേടിയ ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സാഹിത്യ നൊബേൽ പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. അടുത്ത ചോദ്യം, 1964 സാഹിത്യ നൊബേൽ പുരസ്കാരം നേടിയിട്ടും അത് നിരാകരിച്ച ഫ്രഞ്ച് എഴുത്തുകാരൻ. 1964 സാഹിത്യ നൊബേൽ പുരസ്കാരം നേടിയിട്ടും അത് നിരാകരിച്ച ഫ്രഞ്ച് എഴുത്തുകാരൻ ആരാണ്? ജീൻ പോൾ സാത്രെ. ജീൻ പോൾ സാത്രെ. അടുത്ത ചോദ്യം, സാഹിത്യത്തിലെ നൊബേൽ പുരസ്കാരം നേടിയ ആദ്യ അമേരിക്കൻ എഴുത്തുകാരൻ. സാഹിത്യത്തിലെ നൊബേൽ പുരസ്കാരം നേടിയ ആദ്യ അമേരിക്കൻ എഴുത്തുകാരൻ. ഉത്തരം സിൻക്ലെയർ ലൂയിസ്. സിൻക്ലെയർ ലൂയിസ്. അടുത്ത ചോദ്യം, 4 തവണ സാഹിത്യ നൊബേൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് പുരസ്കാരം നേടാൻ കഴിയാത്ത ഇംഗ്ലീഷ് ശാസ്ത്രകഥാ സാഹിത്യകാരൻ. 4 തവണ സാഹിത്യ നൊബേൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് പുരസ്കാരം നേടാൻ കഴിയാത്ത ഇംഗ്ലീഷ് ശാസ്ത്രകഥാ സാഹിത്യകാരൻ. ഉത്തരം H.G. വെൽസ്. H.G. വെൽസ്. അടുത്ത ചോദ്യം, നൊബേൽ പുരസ്കാരവും ഓസ്കാർ പുരസ്കാരവും ലഭിച്ച ആദ്യ വ്യക്തി. നൊബേൽ പുരസ്കാരവും ഓസ്കാർ പുരസ്കാരവും ലഭിച്ച ആദ്യ വ്യക്തി ജോർജ് ബെർണാഡ് ഷാ. ജോർജ് ബെർണാഡ് ഷാ. അടുത്തത്, സാഹിത്യ മേഖലയിലെ നൊബേൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1901. സാഹിത്യ മേഖലയിലെ നൊബേൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1901. അടുത്ത ചോദ്യം, പുലിസ്റ്റർ പുരസ്കാരം വിതരണം ചെയ്യുന്ന രാജ്യം. USA. പുലിസ്റ്റർ പുരസ്കാരം വിതരണം ചെയ്യുന്ന രാജ്യം USA. പുലിസ്റ്റർ പുരസ്കാരം ആദ്യമായി വിതരണം ചെയ്ത വർഷം 1917. ആദ്യത്തെ മാൻ ബുക്കർ പ്രൈസ് നേടിയ കൃതി. സംതിങ് ടു ആൻസർ ഫോർ. ആദ്യത്തെ മാൻ ബുക്കർ പ്രൈസ് നേടിയ കൃതി ഏതാണ്? സംതിങ് ടു ആൻസർ ഫോർ. മാൻ ബുക്കർ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ബെർണൈസ് റൂബൻസ്. മാൻ ബുക്കർ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാണ്? ബെർണൈസ് റൂബൻസ്. അടുത്ത ചോദ്യം, സൽമാൻ റുഷ്ദിക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത രചന. സൽമാൻ റുഷ്ദിക്കിന് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത രചന. ഉത്തരം മിഡ് നൈറ്റ് ചിൽഡ്രൻ. മിഡ് നൈറ്റ് ചിൽഡ്രൻ. അടുത്ത ചോദ്യം, ഇറാനിയൻ ആത്മീയ നേതാവ് അയത്തുള്ള ഖൊമേനി 1989 ബുക്കർ പ്രൈസ് ജേതാവായ ഒരു എഴുത്തുകാരന് എതിരെ ഫഫ്ത പുറപ്പെടുവിച്ചു. ആരാണ് ആ എഴുത്തുകാരൻ? ഉത്തരം സൽമാൻ റുഷ്ദി. ഇറാനിയൻ ആത്മീയ നേതാവ് അയത്തുള്ള ഖൊമേനി 1989 ബുക്കർ പ്രൈസ് ജേതാവായ ഒരു എഴുത്തുകാരന് എതിരെ ഫഫ്ത പുറപ്പെടുവിച്ചു. ആരാണ് എഴുത്തുകാരൻ? ഉത്തരം സൽമാൻ റുഷ്ദി. അടുത്ത ചോദ്യം, ബുക്കർ പ്രൈസ് ആദ്യമായി നേടിയ ഇന്ത്യക്കാരൻ. അരുന്ധതി റോയി. നൊബേൽ പുരസ്കാരം നേടിയിട്ടുള്ളവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സാഹിത്യകാരൻ. റുയാർഡ് ക്ലിപ്പിംഗ്. അടുത്ത ചോദ്യം, സാഹിത്യ വിഭാഗത്തിൽ നൊബേൽ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി. സാഹിത്യ വിഭാഗത്തിൽ നൊബേൽ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി സുല്ലി പ്രഹുമി. ഓക്കെ. അടുത്ത ചോദ്യം,
1932 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് പോൾ എസ് ബക്കിനാണ്. ഏത് കൃതിക്കാണ് അവാർഡ്? ഉത്തരം ദി ഗുഡ് എർത്ത്. ദി ഗുഡ് എർത്ത്. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ ആദ്യ വനിത സെൽമ ലാഗ്ലാഫ്. സെൽമ ലാഗ്ലാഫ്. അടുത്ത ചോദ്യം, 1958 സാഹിത്യ നൊബേൽ പുരസ്കാരത്തിന് അർഹനായ ഒരു റഷ്യൻ സാഹിത്യകാരനെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൽ നിന്ന് രാജ്യം വിലക്കി. ആരാണ് ആ സാഹിത്യകാരൻ? ഉത്തരം ബോറിസ് പാസ്റ്റർനാക്ക്. 1958 സാഹിത്യത്തിലെ നൊബേൽ പുരസ്കാരത്തിന് അർഹനായ ഒരു റഷ്യൻ സാഹിത്യ പുരസ്കാരം നേടുന്ന അർഹനായ ഒരു വ്യക്തിയെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൽ നിന്ന് രാജ്യം വിലക്കുകയുണ്ടായി. ആരാണ് ആ സാഹിത്യകാരൻ? ഉത്തരം ബോറിസ് പാസ്റ്റർനാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. കലാ സാംസ്കാരിക സാഹിത്യ മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്